ആ അതായത് നമ്മളിപ്പോൾ എത്തിയിട്ടിരിക്കുന്നത് ഡിമാർട്ടിലാണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും മാക്സിമം ഷെയറും സപ്പോർട്ടും എനിക്ക് വേണം. ഓക്കെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജേർണിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഡിമാർട്ടാണ്. അപ്പോൾ ഇവിടെ ഇത്രയ്ക്കൊക്കെ പ്രൈസിനൊക്കെ ഇത് സാവധാനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് അന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വ്ലോഗിലൂടെ അറിയിക്കാനാണ് എൻ്റെ ആദ്യത്തെ പരിശ്രമം. അപ്പോൾ എല്ലാവർക്കും നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ കാസർഗോഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓക്കെ. ഞാനെല്ലാം മിക്സ് ആക്കിയിട്ട് പറയൂ, കന്നഡ, തുളു, ഹിന്ദി എല്ലാം മിക്സ് ആക്കിയിട്ട് പറയൂ. അപ്പോൾ ആർക്കൊക്കെ ഇനി മനസ്സിലാവുന്നില്ല, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയണമെന്നെല്ലാം നിങ്ങളാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ പോലെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ചാനലാണ് അസ്ഫർ അൽ ആർട്സ് ആൻഡ് വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഈ ഡിമാർട്ട് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും, അതായത് ഒരു ധാരണ ഉണ്ടാവും. അതായത് ഡിമാർട്ടിൽ എപ്പോഴും കുറവിൻ്റെ പ്രൈസിനുള്ള പർച്ചേസ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഡിമാർട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ എല്ലാ പ്രൈസും, മീൻസ് അതായത് തൗസൻഡ് പിടിച്ചിട്ട് ഏത് വലിയ കൂടുതലുള്ള ഐറ്റംസ് ഉണ്ടാവും, പിന്നെ വില കുറവിലുള്ള ഐറ്റംസ് ഉണ്ടാവും. ಅದಾയത് ಹೆಚ್ಚು ಕ್ರಯದ ಐಟಮ್ಸ್ ಕೂಡ ನಮ್ಮ ಡಿಮಾರ್ಟಲ್ಲಿ ದೊರೆಯುತ್ತದೆ, ಮತ್ತು ಕಡಿಮೆ ಕ್ರಯದ ಐಟಮ್ ಅಂದರೆ ಬೆಲೆ ಬಾಳುವ ವಸ್ತುಗಳು ಕೂಡ ನಮ್ಮ ಡಿಮಾರ್ಟಲ್ಲಿ ದೊರೆಯುತ್ತದೆ ಅಂತ ನನ್ನ അനിസിക്ക്. ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ಕರ್ನಾಟಕ ಮೀನ್ಸ್ ಕರ್ನಾಟಕಕ್ಕೆ ಯಾರಾದರೂ ಬರೋರಿದ್ದರೆ ಒಮ್ಮೆ ಡಿಮಾರ್ಟ್ಗೆ ವಿಸಿಟ್ ಮಾಡಿ ಅಂತ ನಾನು ಹೇಳ್ಕೊಳ್ಳಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ. ಇನ್ನೊಂದು, അപ്പോൾ ഞാൻ പറയുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ, അപ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ കാണുന്ന ഞാൻ കുറേ ഇതിൽ കണ്ടെത്തുന്നത് വെച്ചാൽ, അപ്പോൾ എല്ലാ ഗാഡ്ജറ്റ്സിനും നല്ല ഒരു നിയമിതമായിട്ടുള്ള ഒരു പ്രൈസാണ് ഞാൻ ഇവിടെ കണ്ടത്. അതേപോലെ തന്നെ എല്ലാം പ്രത്യേകം എടുത്ത് പറയാൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാനത് ഇപ്പോൾ ബാറ്റിനാണെങ്കിലും പിന്നെ റാക്കറ്റ്സ് മീൻസ് ബാഡ്മിൻ്റൺ ഇതിനൊക്കെ ഒരു നല്ല എഫോർട്ടബിൾ പ്രൈസാണ് കമ്പയർ ടു അതർ മാർട്സ്. ഓക്കെ. അതർ മോളിലൊക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ പ്രൈസൊക്കെ കാണിച്ചുകൊണ്ട് പോയി, പിന്നെ ഞാൻ കമ്പാരിറ്റീവ് നിങ്ങൾ കമ്പാരിറ്റീവ് ചെയ്യുന്ന. ഓക്കെ. അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ അടുത്തിട്ട് ഞാൻ തെഹ്റാനും പിന്നെ മസ്കത്തും പോകുന്നുണ്ടാണ്. ഞാൻ അവിടെ പോയി കുറച്ച് വ്ളോഗുകൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് നോക്കാം. ഞാൻ നല്ല നല്ല വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഡി പിയിലുള്ള ഒരു പിക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തെഹ്റാനിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്താൽ, അപ്പോൾ അനാഹിത ഹാഷിം സാദാണ് നിങ്ങളെല്ലാവരും അറിയുന്നതാണ്. പക്ഷെ ഞാനും വലിയൊരു ഫാനാണ് ആ കുട്ടിയുടെ. അപ്പോൾ ഞാൻ തെഹ്റാനിൽ പോയാൽ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ. ഞാൻ തീർച്ചയായും, അപ്പോൾ നിങ്ങളിൽ ആർക്കൊക്കെ ഞാൻ തെഹ്റാനിൽ വിസിറ്റ് ചെയ്താൽ അനാഹിത ഹാഷിം സാദെ മീറ്റ് ചെയ്യണമെന്ന് കുറേ ആൾക്കാർക്ക് തോന്നുന്നവർ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാൻ ബിഗ് ഫാൻ ആയതുകൊണ്ടാണ് ഞാൻ പ്രൊഫൈലിലും കുറേ, പിന്നെ വേറെ കുറേ ചാനലുണ്ട്. അപ്പോൾ അതിൽ കുറേ ഞാൻ ആക്കുന്നുണ്ട്, എൻ്റെ പിക്കുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ചാനലൊന്നും അല്ല. ഓക്കെ. പിന്നിപ്പോൾ ഞാൻ ഇടുന്നതൊന്നും എനിക്കൊന്നുമില്ല. പക്ഷേ
നല്ലത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഓക്കെ, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഈ ഡിമാർട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിമാർട്ടിൽ കുറേ ഐറ്റംസും നല്ല വില കൂടിയ ഐറ്റംസും വില കുറഞ്ഞ ഐറ്റംസും നല്ല നല്ല കളക്ഷൻസാണ്. പിന്നെ ഡിമാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവറി വീക്സ് ആൻഡ് എവറി മന്ത്സ് ന്യൂ കളക്ഷൻ, ന്യൂ ഓർഡേഴ്സാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത് ടെസ്റ്റ് ചെയ്താൻ വേണ്ടി ഞാൻ കുറേ മന്ത്ലിയും വീക്ക്ലിയും ഇങ്ങനെ പോയതായിരുന്നു. പക്ഷെ അത് സത്യമാണ്. പക്ഷെ അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ആക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു എഫോർഡബിൾ പ്രൈസിൽ എഫോർഡബിൾ ഗാഡ്ജറ്റ്സും ഐറ്റംസും പർച്ചേസ് ആക്കാൻ പറ്റുന്ന ഒരു മാർട്ട് തന്നെയാണ് ഡിമാർട്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ എനിക്കൊരു നടന്ന ഇൻസിഡൻസ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ ഞാൻ ഓൺലൈനിൽ ഒരു 2 പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇങ്ങനെ ആഡ് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ആ ആഡിലൊക്കെ അത് ഭയങ്കര യൂസാവും. അപ്പം ഞാൻ ഈ സൈറ്റ് ഞാൻ പറയുന്നില്ല, ഏത് ഇത് ഇതിലാണ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് മേടിച്ചിട്ട് അത് അതിൽ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ തന്നെ വർക്ക് ചെയ്യും. പക്ഷെ ഞാൻ അത് എടുത്തിട്ട് ഓർഡർ ചെയ്തിട്ട് വീട്ടിലെടുത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് ചെയ്ത് നോക്കുമ്പോഴാണ് അത് അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ അതേ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് എല്ലാ സൈറ്റും മീൻസ് എല്ലാ ഓൺലൈൻ പ്രോഡക്ട്സ് ഒരേപോലെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചില ഓൺലൈൻ പ്രോഡക്ട്സ് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വിചാരിക്കുന്നതൊന്നും അത് ಅದು ಡೆಲಿವರಿ ಆಕಿಟ್ಟು ತರುന്ന ಸಾಧನಗಳಾണ്. ಅದಾದರೆ ಹೇಳುವುದಾದರೆ ನಾವು ಕೆಲವು ಎಲ್ಲ ಆನ್ಲೈನ್ ಪ್ರಾಡಕ್ಟ್ ಒಳ್ಳೆಯದಲ್ಲ ಅಂತ ನಾನು ಹೇಳ್ತಿಲ್ಲ. ಕೆಲವು ಆನ್ಲೈನ್ ಪ್ರಾಡಕ್ಟ್ಸ್ಗಳು ತುಂಬ വേസ്റ്റ് ಆಗಿರುತ್ತೆ. ഓക്കെ, അപ്പോൾ അതായത് അത് ഫുള്ള് ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ അത് ഞാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പർച്ചേസ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ എല്ലാവരും ബൈ ചെയ്യാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കുറേ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക, പിന്നെ ഹാപ്പി ആയിരിക്കുക. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പർച്ചേസ് ചെയ്ത സാധനം അത് പിടിച്ചില്ല എന്ന് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര വിഷമാവും. ആ വിഷമം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണ് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള സാധനം പർച്ചേസ് ചെയ്തിട്ട് അത് വീട്ടിൽ കൊണ്ട് നോക്കുമ്പോൾ അത് നമ്മളെ മനസ്സിലെത്തിയല്ല. പക്ഷേ ഞാൻ ഇത് എടുക്കണ്ടായിരുന്നു, ഞാൻ വേറെ കളർ എടുക്കായിരുന്നു, ഞാൻ അത് എടുക്കണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സാധ്യതകളെല്ലാം നിങ്ങൾ ഒഴിവാക്കി പർച്ചേസ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗുമായി ഞാൻ കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അതേപോലെ തന്നെ എൻ്റെ അസ്മർ അലി ആർട്സ് ആൻഡ് വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാനിതിന് തുടർച്ചയായി ഇടുന്ന എൻ്റെ പുതിയ വ്ളോഗുകൾ നിങ്ങളുമായി പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് വരുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് എന്ന് പറഞ്ഞ് കുറേ പേജുണ്ട്. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു കറക്റ്റായിട്ട് ഇതായി രജിസ്റ്റർ ആയിട്ടൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് അസ്ഫർ അലി എന്ന ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാം. അതിലും കുറേ ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്. ഓക്കെ, അത് എൻ്റെ ഏതൊന്നും ഞാൻ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ട് ഇതാക്കി തരാം. ഓക്കെ, അപ്പോൾ ബൈ.